നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ ഗംഗ ആ വലിയ പാറക്കെട്ടിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി മരിക്കാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേനുമാണ് ഗംഗയുടെ കയ്യിലേക്ക് ഒരു പിടുത്തം വീണേ. അത് വിനീതായിരുന്നു. ഒരു നിമിഷം ഗംഗ ഞെട്ടിത്തെരിച്ചു നോക്കി. വിനീതിനെ കണ്ടു കഴിഞ്ഞപ്പം ഗംഗയ്ക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും കാവേരിയും കൂടെ അങ്ങോട്ട് ഓടി കയറി വന്നു. കാവേരി വന്നിട്ട് ചോദിച്ചു, എന്താ ഗംഗേച്ചി? ഗംഗേച്ചി ഇത് എന്ത് കാണിക്കാൻ പോവായിരുന്നു ചോദിച്ചു. അത് പിന്നെ ഇത് ഗംഗേച്ചി, എന്നാലും ഈ ചതി ഞങ്ങളോട് വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗംഗ പറഞ്ഞു, എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് മരിച്ചാൽ മതി, ഞാൻ എന്തിനാ ജീവിച്ചിരിക്കണം എന്നൊക്കെ ചോദിച്ചു. ആ സമയം വിനീത് പറഞ്ഞു, പ്ലീസ് ഗംഗ, സോറി കേട്ടോ, എനിക്ക് വരാൻ കൃത്യസമയത്ത് പറ്റിയില്ല, എന്നാലും സാരമില്ല. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, അതിന് മുഹൂർത്തവും തെറ്റിയിട്ടില്ല, വിനീതേട്ടൻ വരാൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്തണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗംഗ ഒന്ന് നോക്കി കാവേരി, എന്നിട്ട് പറഞ്ഞു, വേണ്ട, ഇല്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ഗംഗേച്ചി ഇത് എന്ത് പരിപാടി പറയണേ? ഇത് സമയം വൈകിട്ടൊന്നുമില്ല, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഗംഗയെ കൂട്ടിക്കൊണ്ട് വിനീതും കാവേരിയും കൂടെ ക്ഷേത്രത്തിലേക്ക് വരുവാണ്. ഈ സമയത്ത് പൂജാരിയാണെങ്കിലോ അവിടുന്ന് പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം പൂജാരിയോട് ജയബാലൻ കുറച്ച് കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിനീതിന് ആക്സിഡന്റ് ആയി, ഇനിയിപ്പം കല്യാണ ചെറുക്കം വരത്തില്ലാത്തതുകൊണ്ട് കല്യാണം മുടങ്ങും, ആരോടും പറയണ്ട, നിങ്ങൾ ഇവിടുന്ന് സ്ഥലം വിട്ടോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവര് ഗംഗയും കൂട്ടിക്കൊണ്ട് അങ്ങനെ ചെല്ലുമ്പോഴത്തേനാണ് പൂജാരി ഇറങ്ങി പോകുന്നുണ്ട്. പെട്ടെന്ന് കാവേരി ഇറങ്ങി ഓടിച്ചെന്ന് ചോദിച്ചു, അല്ല തിരുമേനി ഇത് എവിടെ പോവാന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ കല്യാണം നടക്കില്ലെന്ന് ആര് പറഞ്ഞു? അല്ല അത് ജയപാലൻ പറഞ്ഞു, കല്യാണ ചെറുക്കൻ എന്തോ ആക്സിഡന്റ് ആയെന്ന്. ആക്സിഡന്റോ? ആക്സിഡന്റ് ഒന്നുമില്ല, ഇതേ വിനീതേട്ടൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, തിരുമേനി പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് പറഞ്ഞു. തിരുമേനിയുടെ അന്താളിപ്പോട് കൂടി നോക്കുവാണ്. ജയപാലിന് കിട്ടിയ ഏറ്റവും വലിയൊരു അടിയായിരുന്നത്. ജയപാലിന് ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ജയപാലൻ എന്ത് ചെയ്തു, പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങുവാണ് നൈസായിട്ട്. അപ്പോഴേക്കുമാണ് വിനീതും ഗംഗയൊക്കെ അങ്ങോട്ട് കയറി ചെല്ലുന്ന കണ്ടത്. ജയപാലൻ അവരെ ഒന്ന് നോക്കി. ആ സമയത്ത് ഗംഗ പറഞ്ഞു, വിനീതേട്ട, ഗംഗയുടെ കാവേരി പറഞ്ഞു, വിനീതേട്ട എത്രയും പെട്ടെന്ന് തന്നെ ഗംഗേച്ചിയും കൂടി അങ്ങോട്ട് മണ്ഡപത്തിന് അങ്ങോട്ട് ചെല്ല, ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ജയപാലിന്റെ അടുത്തേക്ക് കാവേരി എന്നിട്ടിച്ചു, അല്ല ജയപാലൻ ഞങ്ങളിത് എങ്ങോട്ടാ പോണേന്ന് ചോദിച്ചു. അത് ഞാന് കല്യാണം കൂടാൻ വന്നല്ലേ, അപ്പൊ കല്യാണം കൂടാതെ പോയാൽ എങ്ങനെയാ ശരിയാന്നേ? അല്ല നീ ഇതെവിടെയായിരുന്നു? ഓ ഞാനോ, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുമെന്നൊരു ഡയലോഗ് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ കാവേരി വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഒന്നൊന്നര വരവായിരിക്കും എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ കാവേരി കുറച്ച് താമസിച്ചു, എന്നാലും ഞാൻ വന്നല്ലോ, അതുകൊണ്ട് അങ്കിൾ ഒരു കാര്യം ചെയ്യുക, അങ്കിൾ അങ്ങോട്ട് കയറിപ്പോ, കല്യാണം കൂടിയിട്ട് പോയാൽ മതി, എന്തായാലും മുടക്കാൻ കുറച്ച് പണിപ്പെട്ടല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ജയബലൻ പറഞ്ഞു, മുടക്കാനോ? ഞാനോ? എപ്പോഴാ? എങ്ങനെ? ഒന്നും അറിയത്തില്ലാത്ത മട്ടിലാണ്. വേണ്ട അങ്കിളെ, കൂടുതൽ ഡയലോഗും കാര്യങ്ങളൊന്നും വേണ്ട, അങ്കിളങ്ങോട് വാ, കല്യാണം കൂടി ആശീർവദിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജയബാലൻ ചോദിച്ചു, ഇതൊക്കെ പറയാൻ നീ ആരാന്ന് മനസ്സിലായില്ലല്ലേ? ഞാൻ അരവിന്ദന്റെ മോളല്ലേ? ജയപാലൻ അങ്കിളിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മോള്, കൂടപ്പിറപ്പിന്റെ മോളെന്ന് തന്നെ പറയാം. അപ്പൊ പിന്നെ അങ്കിൾ ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാന്നേ? നാട്ടുകാർ ചോദിക്കില്ലേ? ഇങ്ങോട്ട് വാ അങ്കിളേന്ന് പറഞ്ഞാൽ കയ്യേലേക്ക് അങ്ങോട്ട് പിടിച്ചു വലിച്ചു. ജയപാലിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഇപ്പൊ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യും. ഇവളാണ് കയ്യെ പിടിച്ചു വലിച്ചുകൊണ്ട് നിൽക്കുക. ഒടുവിൽ ജയപാലൻ അങ്ങോട്ടേക്ക് വരേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് രാധമ്മ ഓടി വന്നിട്ട് വിനീതിനെ കെട്ടിപ്പിടിച്ചിട്ട്, എടാ മോനെ നീ ഇത് എവിടെ ആയിരുന്നു? ഞങ്ങൾ എത്രമാത്രം ടെൻഷൻ അടിച്ചെന്നറിയാവോ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ പിന്നെ പറയാം എന്ന് പറഞ്ഞു. അല്ല കാര്യം എന്താ എന്ന് ചോദിച്ചു. ആ സമയത്ത് അവിടേക്ക് വന്നിട്ട് ശാരദയും ചോദിക്കുന്നുണ്ട്, മോനെ നിന്റെ എവിടെയായിരുന്നു? ഗംഗമോളത് എവിടെയായിരുന്നു? ഗംഗയെ കാണാഞ്ഞിട്ട് ഞങ്ങളും ഭയങ്കര വിഷമിച്ചെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കാവേരി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അമ്മേ കഥകളൊക്കെ കെട്ട് കഴിഞ്ഞിട്ട് പറയാം, മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് കെട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ആ ശുഭ മുഹൂർത്തത്തില് ഗംഗയുടെ കഴുത്തില് വിനീത് താലി ആർത്തുവാണ്. ജയപാലൻ അന്താളിപ്പോട് നോക്കി നിൽക്കുമ്പോഴത്തേനും കാവേരി ഒരു വിജയിച്ചിരി ചിരിക്കുകയാണ്. കാവേരിക്ക് ഭയങ്കര സന്തോഷ സമാധാനമായി. അങ്ങനെ കെട്ടൊക്കെ മംഗളകരമായി നടന്നതിന് ശേഷം രാധമ്മയെ കെട്ടിപ്പിടിച്ച് വിനീത് കരയുന്നുണ്ട്. ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു വിനീതിന്. അതുപോലെ തന്നെയായിരുന്നു രാധമ്മയ്ക്കും. പിന്നെ അതിനുശേഷം രാധമ്മയുടെ ശാരദയുടെ ഒക്കെ കാലത്തൊട്ട് രണ്ടുപേരും അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഗംഗയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം താൻ ഒരു കാരണവശാലും വിനീതേട്ടൻ്റെ ജീവിതത്തിലേക്ക് വരില്ല എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷെ വിനീതേട്ടനായിരിക്കണം തൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടതെന്ന് ദൈവം ചിലപ്പോൾ കരുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതായിരിക്കും ഇത്ര തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒടുവിൽ വിനീതേട്ടൻ തന്നെ തൻ്റെ കഴുത്തിൽ താലി ആർത്തിയത്. എന്ത് ചെയ്യാൻ പറ്റും? വിധിയെ തടുക്കാനായിട്ട് സാധിക്കില്ലല്ലോ. അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനുമാണ് ആ കാര്യങ്ങളൊക്കെ കാവേരിയൊക്കെ പറയണത്.
വീട്ടിൽ എന്താ സംഭവിച്ചെന്നുള്ള വിനീതിന്റെ വീട്ടിൽ. അത് കഴിഞ്ഞ് ഇപ്പൊ രാധമ്മയ്ക്കൊക്കെ ഭയങ്കര സങ്കടമായി പോയി, സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായി പോയിട്ടുണ്ടായിരുന്നു. ഈ സമയം നിവിൻ എന്ത് ചെയ്തു? കെട്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കേണ്ട കാര്യമല്ലോ. കാരണം വിനീതിന്റെ വീട്ടിൽ മുറിക്കാത്താണ്. നിവൻ പതുക്കെ പുറത്തേക്ക് കിടക്കണം. ഓട് പൊളിച്ച് പുറത്തിറങ്ങി വരുന്നത്. ആ വഴിയായിരുന്നു കാവേരിയാക്കി അകത്ത് കയറി വിനീതിനെ രക്ഷപ്പെടുത്തിയത്. അങ്ങനെ നിവിന് പുറത്തിറങ്ങി നേരെ ക്ഷേത്രത്തിലേക്ക് പോരുവാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സുജാത അകത്തേക്ക് ചെന്ന് നോക്കുവാണ്. അകത്ത് ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ആരെയും കണ്ടില്ല. അപ്പൊ കുറച്ചു മുമ്പ് വരെ ഇവിടെ വിനീത് ഉണ്ടായിരുന്നു തോന്നേ. കാരണം ഇവർ നോക്കിക്കഴിഞ്ഞപ്പോൾ വിനീത് നിൽക്കുന്ന പോലെ അവർക്ക് തോന്നി. കഥ തുറക്കാതെ ആ ചെറിയൊരു പഴുതി കൂടെ നോക്കിക്കഴിഞ്ഞപ്പോൾ അപ്പൊ ഇപ്പൊ നോക്കിയപ്പോൾ കാണുന്നില്ല. മുഹൂർത്തം കഴിഞ്ഞു. ഇനിയിപ്പോൾ അവന് എവിടെ പോകാനെന്നൊരു ചിന്തയായിരുന്നു. എന്നാലും ഒന്ന് നോക്കിയേക്കാന്ന് കരുതിയിട്ടാ പോയി നോക്കുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ആരുമില്ല. ചതിച്ചല്ലോ എൻ്റെ ഭഗവാനെ, അവൻ പോയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓടി വരുവാണ് ഗീതയുടെ അടുത്തേക്ക് സുജാത ഓടി വന്നിട്ട് ഗീതയോട് കാര്യങ്ങളൊക്കെ പറയണം. മോളെ അവിടെ എങ്ങും കാണുന്നില്ല അവനെ. അമ്മേ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ അവൻ പോയി കാണുവോ? ക്ഷേത്രത്തിലേക്ക് എങ്ങനെ പോയി കാണുമോ? അവളുടെ കഴുതി താലി ആർത്തി കാണുമെന്ന് ചോദിച്ചു. മുഹൂർത്തം കഴിഞ്ഞു കാണുമല്ലോ, കുറച്ചു മുമ്പ് അവൻ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടല്ലേ എന്ന് പറഞ്ഞു. അമ്മ ശരിക്കും നോക്കിയായിരുന്നോ? ഇനി ഞാൻ കഥ തുറന്ന് നോക്കിയില്ല എന്നുള്ളൂ, അല്ലാതെ അവനെ ഞാൻ അവിടെ കണ്ടായിരുന്നു പറഞ്ഞു. അന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് ക്ഷേത്രത്തിലേക്ക് ഇറങ്ങുവാണ്. ഈ സമയം കല്യാണം എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഇനിയിപ്പം ചെറിയ സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. പിന്നീട് ജയപാലിൻ്റെ അടുത്ത് നിന്നിട്ട് വിനീത് പറഞ്ഞു, അങ്കളെ എങ്കിൽ ശരി ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് ചോദിച്ചു. ജയപാലിന് മുഖത്തടിയേറ്റോലേ പോയി. ശാരദ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ജയപാലേട്ടാ, വിനീത് എൻ്റെ ഗംഗയുടെ കഴുത്തിൽ താലി ആർത്തുന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? ജയപാലന് വിശ്വാസം വന്നില്ലായിരുന്നില്ലേ? പക്ഷെ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ ജയപാലൻ നാണം കെട്ടാണ് അവിടുന്ന് പോകുന്നത്. ഇതിലിപ്പോ ഒരു അടി അയാൾക്ക് കിട്ടാനുണ്ടായിരുന്നില്ല. അയാൾ പോയി കഴിഞ്ഞതിന് ശേഷം രാധമ്മ ഒന്ന് വിനീതിനോട് ചോദിച്ചു, മോനെ ഇവളെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ കാവേരി എന്ന് നോക്കി വിനീത്. അപ്പോഴേക്കും നിവിനും കൂടെ അങ്ങോട്ടേക്ക് വന്നു. നീ വന്ന് വിനീതിനെ മാറ്റി നിർത്തി കാര്യങ്ങളൊക്കെ പറയണം. അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നീ അവിടെ ഉണ്ടെന്ന് ഓർത്ത് അവരിയ്ക്കണേന്നൊക്കെ പറഞ്ഞു. വിനീത് പറഞ്ഞു, സാരമില്ല, ഞാൻ എന്തായാലും ഇവളെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും സുജാതയും ഗീതയും കൂടെ ക്ഷേത്രത്തിലേക്ക് വരുവാണ്. അവർ വരുമ്പം കാണുന്ന കാഴ്ച, കല്യാണം കഴിഞ്ഞ് ഗംഗയുടെ കൈ പിടിച്ചോണ്ട് വിനീത് ഇറങ്ങി വരുന്നു. അത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റില്ല. പാഞ്ഞു വന്നു സുജാത വിനീതിന്റെ കോളറോട് കുത്തിപ്പിടിച്ചിട്ട് ചോദിച്ചു, ചതിച്ചല്ലോടാ നീ. അപ്പം നീ എന്നെ പറഞ്ഞു പറ്റിച്ചിട്ട് ഇവളുടെ കഴുത്ത് താലി ആർത്തിയല്ലേ എന്നൊക്കെ ചോദിച്ചോണ്ട് ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിപ്പോയി സുജാതയ്ക്ക്. സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. ആ സമയം രാധ വന്നിട്ട്, എന്ത് പരിപാടി നീ കാണിക്കുന്നത്, വിറി അവനെ എന്നൊക്കെ പറഞ്ഞിട്ട് കൈ അങ്ങോട്ട് വിടുവിക്കുകയാണ്. എടി നിന്റെ മകനത്, ഗംഗയെ നിനക്കറിയാലോ, അരവിന്ദന്റെ മോളല്ലേ, നിന്റെ കൂടപ്പറപ്പിന്റെ മോളല്ലേ, പിന്നെ നീ എന്തിനാ എത്ര ടെൻഷൻ അടിക്കണമെന്ന് ചോദിച്ചു. മിണ്ടരുതമ്മ, എന്റെ മോനെ കൊണ്ട് എല്ലാരും കൂടി കുടുക്കി ചാടിച്ചില്ലേ, എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഇവനെ ഞാൻ മുറിക്കകത്ത് പൂട്ടിയിട്ടെ. ഒടുവിൽ ഇവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ വന്നു. അവൻ വെറുതെ വരില്ല എന്നറിയാൻ രക്ഷപ്പെട്ട്. ഇതിന്റെ പിന്നെ മിക്കവാറും ശാരദ നീയും നിന്റെ മക്കളും ആയിരിക്കും അല്ലേ എന്നൊക്കെ ചോദിച്ചു. ശാരദയ്ക്കാണ് സങ്കടവും ദേഷ്യമൊക്കെ വന്നു. സുജാതയുടെ ഓരോ സംസാരം കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നീട് സുജാത പറഞ്ഞു, എടാ നിന്നെ ഞാൻ ആ വീട്ടിൽ കയറ്റുമെന്ന് നീ തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ലടാ. നിന്നെ ഈ നിമിഷം ഞാൻ പടിയടിച്ചാൻ പിണ്ടം വെക്കുക. എൻ്റെ വീട്ടിലേക്ക് നീ കയറി പോയേക്കരുത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്ത പറയണം. അപ്പോഴേക്കും വിനീത് പറഞ്ഞു, അമ്മ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, നീ കൂടുതലൊന്നും പറയണ്ടാ, നിനക്ക് ഇനി ഇങ്ങനൊരു അമ്മയില്ല. അപ്പോഴേക്കും ഗീത പറഞ്ഞു, ഇങ്ങനൊരു ചേച്ചിയില്ലെന്ന് നീ കൂട്ടിക്കോ, മേലെ ആ പടിക്ക് വന്ന് കാല് കുത്തിയേക്കല്ലെന്നൊക്കെ പറഞ്ഞു. ഒടുവില് രാധ പറഞ്ഞു, എടി സുജാതെ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ ഇവരെ എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വിനീത നീ പേടിക്കണ്ട, അരവിന്ദന് ഒന്നാം തന്നെ ഒരു വീട് പണിതിട്ടുണ്ട്, മക്കൾ അങ്ങോട്ടേക്ക് പോരാൻ പറഞ്ഞു. വീടില്ലാതെ നടുറോട്ട് നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. വിനീത് അപ്പോഴും സുജാതയോട് അപേക്ഷിക്കുകയാണ്. പക്ഷെ സുജാത കേൾക്കാൻ തയ്യാറായില്ല. ശാരദ വന്ന് വിനീതിന്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, മോൻ വിഷമിക്കൊന്നും വേണ്ട, സ്നേഹതീരത്ത് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, മുറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ടേക്ക് പോരാൻ പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് ശാരദ അവരെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ കാവേരിയും ശാരദ എല്ലാം ചേർന്ന് നിലവിളക്കൊക്കെ കൊടുത്ത് ആരതിക്ക് ഒഴിഞ്ഞായിട്ടാണ് ഗംഗയും വിനീതനും കൂടെ അകത്തേക്ക് കയറ്റുന്നത്. അപ്പൊ അതിന്റെ നല്ല നല്ല കഥകളൊക്കെ നമ്മൾ കാണുന്നത്. എന്താണെങ്കിലും സുജാതയ്ക്ക് ഇതിപ്പോ ഒരു അടി കിട്ടാനില്ല. അതുപോലെ തന്നെ ജയപാലും പ്രതീക്ഷിച്ചില്ല ഇതുപോലൊരു പണി കിട്ടുമെന്നുള്ള കാര്യം. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.